പറയും നമ്മളത് നോക്കണ്ട, നമ്മളാണല്ലോ നമ്മളെ ലൈഫ് ജീവിക്കേണ്ടത്, പോലും നമുക്കൊന്നും തരുമൊന്നുമില്ലല്ലോ. സോ ഇത് കേൾക്കുമ്പോ ഓക്കെ ബൈ. നിങ്ങളെ രണ്ടുപേരെയും ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചിട്ടാൽ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? പിടിച്ചിട്ടോലോ ഞാനായിരിക്കും. നൂറായിരിക്കും. അതെന്തുകൊണ്ട് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കാരണം? ഒറ്റക്ക് ആരായിരിക്കും സർവൈവ് ചെയ്യാന്നല്ലേ? നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും ആദ്യം ഔട്ടായി വരുന്നതും കുറച്ചുകൂടെ നിക്കും. ഞാൻ നിക്കും. ഇവളെ സംസാരം കൊണ്ട് ഇവളെ ഔട്ടാക്കാൻ മതി. തെറി വിളിച്ചിട്ട് ആൾക്കാരെ ഇവക്ക് അങ്ങനൊന്നും പറ്റൂല. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ഇപ്പൊ കുറ്റാവട്ടെ എന്തെങ്കിലും നമ്മളെ പറ്റി ബാഡൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാല് അത് എന്താന്ന് മനസ്സിലാക്കിയൊന്നും കൂടി ഇല്ല, അപ്പം തന്നെ കയറി ഞാന് റിയാക്ട് ചെയ്യും. യുനോ അത് അതിന് അവകാശമൊന്നുമില്ല, അപ്പൊ റിയാക്ട് ചെയ്യും. അതാണ്. നൂറൊക്കെ അങ്ങനെ പ്രശ്നം കുറച്ച് കാമായിട്ടാണ്. കാമായിട്ടേ അവള് ചാടിക്ക് എന്നെയും പുറത്താക്കാൻ മതി. ചാറിനാന്ന് ആർക്കും മനസ്സിലാവാല്ലേ ചാടിക്കറോ. ഓക്കെ. പുറത്തൊരു ഫംഗ്ഷന് പോയാൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത് നിങ്ങളിൽ ആരായിരിക്കും? പിടിച്ചോ ആണ്. അത് ഞാനൊരു ഷോർട്സ് കണ്ടി, ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി വെളുപ്പിന് 5 മണിക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 12 മണിക്കല്ലേ? മേക്കപ്പ് ഇടാൻ പോകണം. അത് മേക്കപ്പ് ഇടാൻ വേണ്ടി 5 മണിണ്ടല്ലോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞേ മുടി ഇങ്ങനെ ഒന്ന് താത്തി വെച്ചിരണേ. അത് ഇടക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ താത്തി വെച്ചിരിക്കും. ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടായിരുന്നു. 3ാമത്തെ വട്ടായി ഏതെങ്കിലും മുടി. ചിലപ്പോ ശ്രദ്ധിക്കൂല, പറഞ്ഞ് 2 ജന്തുക്കളോടെ ശ്രദ്ധിക്കും. അല്ല അത് ടിവിയിൽ വരുമ്പോഴോ എന്റെ മുടി ഇങ്ങനെ ആയല്ലോ, എന്റെ മുഖം അങ്ങനെ ആയല്ലോ, ഭയങ്കര ഭയങ്കര ഇൻസെക്യൂർ ആണ്. അതാണ് ഞാൻ അത് ആക്കണ്ടല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കിക്കൊടുക്കും. അത് ഞാൻ ഒരു ഇന്റർവ്യൂല് നിങ്ങളുടെ ഒരു റൊട്ടീൻ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ 12 മണിക്ക് എണീക്കുള്ളൂ അങ്ങനെ എന്റെ ഇത് കാണുന്നുള്ളൂ. പിന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടി 5 മണിക്ക് കാരണം ഇവക്ക് ഭയങ്കര ടൈം എടുക്കും, കുറെ ടൈം എടുക്കും. പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് മേക്കപ്പിന്റെ ആവശ്യം. ഇത് ലെൻസ് അല്ലല്ലോ? ലെൻസ് ആണ്. ലെൻസ് അല്ലേ? ഞാൻ ചെറുതായിട്ടൊന്ന് വിചാരിച്ചു ഒറിജിനൽ ആയിരിക്കുന്നൊക്കെ. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പാർട്ട്ണറിനെ കൺവിൻസ് ചെയ്യാൻ കിടന്ന് ശ്രമിക്കുന്നത് ആര്? ഞാനായിരിക്കും. ഞാനാട്ടോ റിപ്പീറ്റ് അടിക്കുന്ന. ഞാനും ഉണ്ട് കേട്ടോ അങ്ങനെ. എനിക്കത് ഞാൻ വിചാരിച്ച പിന്നെ പറഞ്ഞ് വെറുപ്പിക്കാണ്. ഓപ്പോസിറ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വീണ്ടും ആദ്യമായിട്ടാണ്. ഓക്കെ. നൂറാണ്. രണ്ടുപേരും ഇവളായിരിക്കും കൂടുതൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. അത് ഞാൻ പറയും. അതിപ്പോ ചിലപ്പോ മനസ്സിലായാലും എനിക്കൊരു ഇതാ, ഞാൻ പറയണം. എനിക്ക് കുറച്ച് വോക്കലി വേണ്ട ഒരു സാധന. ഞാൻ പറഞ്ഞു, എനിക്ക് ചിലപ്പോ ഇവളുടെ കാര്യങ്ങൾ ഓരോന്ന് അറിയായിരിക്കും, പക്ഷെ ആളുടെ ഒരു ശീലമാണ്. അപ്പൊ നൂറ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? സാധനം പിന്നെയും പറയുന്നു, ഇനിയിപ്പൊ കേക്കണ്ടേ? കേക്കൂട്ടാ. ഇത് ഞാൻ തലക്കെട്ടടിച്ച് വേണ്ടി വരും. ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഡിലേ വരുത്തുന്നത് ആരുടെ ഭാഗത്തു നിന്നാകും? ഇവിടുന്ന് പൊക്കിക്കൂടായിരുന്നോ? ഇല്ല, അവളെ ഞാൻ പറയത്തുള്ളൂ. ഇല്ലാതെ ഒന്നാമത് നമ്മള് രണ്ടുപേരും ഷിഫ്റ്റും ഓഫൊക്കെ വേറെ വരും. അപ്പൊ എനിക്ക് ഒരിത്തിരി സമാധാനത്തിൽ ഇരുന്നിട്ട് ഡേറ്റ് നോക്കണം. ഞാൻ എന്റെ അടുത്തൊന്നും ഡിലേ വരില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ ഷിഫ്റ്റിന്റെ അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ സമാധാനം മനസ്സിലായി. അതാരിട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ അതെ. നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ഫീലിങ്സ് വരുന്നത് ആർക്കാണ്? മിസ്സിംഗ് ഫീലിങ്സ് എങ്ങനെ? ഇപ്പൊ ഷിഫ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പൊ ഇൻ കേസ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ, നിങ്ങളൊന്ന് പുറത്തു പോയി, ജസ്റ്റ് പുറത്തു പോയിട്ട് നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. അപ്പൊ പെട്ടെന്ന് ഒരു മിസ്സിംഗ്, ഇത്രയും നിങ്ങൾ 24/7 ഒരുമിച്ചാണ്. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു ആവശ്യത്തിന് ഒരാൾക്ക് വേണ്ടി മാത്രം പോയാൽ മതി. എനിക്കും വരലുണ്ട്. അത് നമ്മള് രണ്ടുപേരും വരും. അത് ഒരു ടൈം വേറെ പ്രൊജക്ട് ഒക്കെ വേറെ ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ ഇവർക്ക് കുറച്ച് അധികം ടൈം ഔട്ട് ഓഫ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരെ ഞാൻ പറയുന്നത് ശരിയല്ല, ടൈം കിട്ടുന്നില്ല, അപ്പൊ അതൊന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് അപ്പോൾ അത് മാനേജ് ചെയ്ത് പിന്നീട് എനിക്ക് എന്റെ പ്രൊജക്ട് പറഞ്ഞു, എനിക്കും കുറച്ച് വർക്ക് കൂടി പറഞ്ഞപ്പോ ഇവിടെ എന്നോട് പറഞ്ഞു. അപ്പൊ അത് രണ്ടുപേർക്കും വരലുണ്ട്. ഓക്കേ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് ആർക്കാണോ ഉള്ളത്? ഓൾറെഡി രണ്ടുപേർക്കും കൂടുതൽ. മുന്നല്ലേ ഇപ്പൊ ഇല്ലേ? ഇപ്പോഴും കുറച്ചൊക്കെ ഭയങ്കര ഇതിലില്ല. ഈ പൊസസീവ്നെസ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ നോറ?
പാർട്ട്ണറിനെ ഇല്ലേ? എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് കുറച്ച് ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാ. ഇപ്പൊ ഓക്കാണെങ്കിൽ ഞാൻ അങ്ങനെ പൊസസീവ്നെസ് ഒന്നുമില്ല. ഇവള് മുന്നേ തൊട്ട് അങ്ങനെ വലിയ പൊസസീവ്നെസ് ഒന്നും ഇല്ല. കുറച്ച്. ആഗ്രഹിച്ചായിരുന്നോ നൂറയ്ക്ക് കുറച്ച് പൊസസീവ്നെസ് എന്നോട് ആകാന്ന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് പൊസസീവ്നെസ് ഇട്ടിട്ട് എനിക്കത് ആലോചിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. സത്യം. ഞാൻ പണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടോക്സിക് ആണെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ പണ്ട് ഇപ്പോഴല്ല കേട്ടോ, അത്ര പൊസസീവ്നെസ് കുറച്ച് കൂടുതലായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഡൗട്ട് വന്നത്, ഇപ്പില്ല അങ്ങനെ. ഓക്കെ ഓക്കെ. നിങ്ങളിലെ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? റൊമാൻറ്റിക് ഡിപ്പെൻസ്. Depends ആണ് രണ്ടാളും. നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കുമല്ലോ. അത്രക്ക് വേണ്ടായിരുന്നു. നൂറ പറയുന്നത് നൂറയാണ് എന്നൊക്കെ. രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെ എന്താ കാവ്യാത്മികമായി ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആക്കി അങ്ങനെ കൊളമാക്കി ചെല്ലുന്ന ആർട്ടിഫിഷ്യലാ. അതായത് കൊളാക്കി നമ്മൾ ഓവർ ആക്കി ഇങ്ങനെ കൊളാക്കുമല്ലോ. അങ്ങനെ വെളുപ്പിക്കും. അത് വെക്കാൻ റൊമാൻറ്റിക് ആയിട്ട് വെറുപ്പിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും. മെസ്സി ആക്കും അല്ലെ? ഉള്ള റൊമാൻറ്റിക് നമ്മുടെയും പോകും. സത്യോ വന്നാൽ അത് പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ക്യാമറ വെച്ചിട്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളത് ആർക്കാണ്? എനിക്ക് തന്നെ. അയ്യോ ഞാനല്ല, അവളാ. യോഗ്യതയാണത്. ഞാൻ അവളാ വിചാരിച്ചതാ. ബെസ്റ്റ് കുക്ക് ആരാണ്? ഞാൻ എല്ലാം നൂറയാണ്. വയ്യാണ്ടാവും പണിഷ്മെന്റ് കിട്ടുമ്പോ. ബെസ്റ്റ് ഫാഷൻ സ്റ്റൈലിസ്റ്റ്? ഷോ എല്ലാം നൂറയാണല്ലോ. എന്നെ പറ്റി നിങ്ങൾക്കൊന്നും അറിയണ്ട. അല്ല ചോദിക്കുന്ന ഉത്തരവൊക്കെ ഇതൊക്കെ ഇപ്പൊ എന്റെ അടുത്തൊന്നും ഞാൻ തന്നെ ഇറക്കുന്ന കേട്ടോ. കുറച്ചൊക്കെ ഇവിടെ തീർച്ചയായിരുന്നു. ശരി. ഇപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് വരുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കലാപരമായിട്ടുള്ള കഴിവ് ആർക്കാണോ? കലാപരം എന്താണ്? ലൈക്ക് പാട്ട് പാടാൻ, ഡാൻസ് പടം വരാൻ, എനിക്ക് അതൊക്കെ ഉണ്ടല്ലോ. നല്ലോണം വരക്കുമായിരുന്നു. ഇപ്പൊ വരക്കാത്തതാ. ഓക്കെ. ടൈം കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മുടെ ലൈക്ക് ആദിലേനൊക്കെ വരച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വരയ്ക്കാറില്ല. അതിൽ ആദ്യം വരച്ച് പഠിക്കേണ്ടത്. കെന്നേനെ വരച്ചിട്ടുണ്ടല്ലേ? ചിമ്പാൻസിനെ വരച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നു കെന്നേനെ വരച്ചിരുന്നു. മനസ്സിലായി. കെന്നാതെ ഞാൻ കേട്ടില്ല. നിന്നെ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ. അതാ ഞാൻ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ. ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം? എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങളോട് ചോദിക്കണം എന്ന് തോന്നുന്നു. അടിയിട്ട് അതാണ് ചോദിച്ചത്. അങ്ങനെയല്ല. തൽക്കാലം വിട്ടു. ഇനി 6-7 ക്വസ്റ്റ്യൻ ഇപ്പൊ ഓട്ടോമാറ്റിക് മനസ്സിൽ തോന്നി. ഇപ്പൊ സ്റ്റോപ്പ് ആയിപ്പോ ഇനി എന്ത് ചോദിക്കണം? ഇവിടത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞായിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഇട്ടായിരുന്നു. ഓക്കെ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഒന്നിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സൂയിസൈഡ് ചെയ്യാം അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിയിരുന്നോ? എന്ത് തന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നാലും അത് നല്ലോണം എന്തെങ്കിലും കാണിച്ച് നമ്മളത് ഇതാക്കിയിട്ട് നമുക്ക് ഒരുമിക്കണം എന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. സൂയിസൈഡ് അങ്ങനെ ഒന്നുമില്ല. ഇല്ല.